ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഡിസംബർ 31 നമ്മുടെ ഇയർ എൻഡിങ് ആണ്. അപ്പോൾ ഞാൻ കുറേ ദിവസമായിട്ട് ഒരു വീഡിയോ എടുക്കാൻ വേണ്ടി വിചാരിക്കുന്നുണ്ട്. പക്ഷേ ചില സാങ്കേതിക തകരാറ് കാരണം എടുക്കാൻ പറ്റാത്തതാണ്. അപ്പോൾ ഇന്നാണെങ്കിൽ ഇവിടെ വീട്ടിലാരുമില്ല, എല്ലാവരും ജോലിക്ക് പോയി. അമ്മ കസിൻ്റെ മാരേജിന് പോയി. ഞാൻ ഒറ്റക്കാണ് ഇവിടെ. അപ്പോൾ ഞാൻ വിചാരിച്ച് ഓക്കെ, അപ്പോൾ ഇന്ന് വീഡിയോ എടുക്കാമെന്ന്. എല്ലാ തവണ വീഡിയോ എടുക്കുമ്പോൾ കുറേ ടേക്ക് പോയിട്ടാണ് ഞാൻ വീഡിയോ എടുക്കാറുള്ളത്. അപ്പോൾ ഇന്നേക്ക് ഒറ്റ ടേക്കിൽ എടുക്കണം എന്നുണ്ട്. മാക്സിമം ഞാൻ നോക്കാം. ഓക്കെ, അപ്പോൾ എല്ലാ ഇയർ സ്റ്റാർട്ട് ചെയ്യുന്ന പോലെ തന്നെ ഈ 2024 സ്റ്റാർട്ട് ചെയ്യുമ്പോഴും ഞാൻ കുറേ കാര്യങ്ങൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നു നടക്കണം എന്നുള്ളത്. അപ്പം അതെന്തൊക്കെയാണെന്ന് ഞാൻ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് മെയിനായിട്ട് ഈ ഒരു വീഡിയോ എടുക്കാൻ കാരണം. അങ്ങനെ എല്ലാം വലിയ വലിയ കാര്യങ്ങളൊന്നുമല്ല, എല്ലാം ചെറിയ ചെറിയ കാര്യങ്ങളാണ്. അപ്പം എനിക്ക് കുറേ ആഗ്രഹങ്ങളുണ്ടായിരുന്നു. ഫസ്റ്റ് എനിക്കൊരു ലൈസൻസ് എടുക്കണം എന്നായിരുന്നു. ലൈസൻസ് എടുക്കാൻ പോകുമ്പോൾ എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. കാരണം കിട്ടുമോ, കുറേ എൻ്റെ മുന്നിലുള്ളവരൊക്കെ ഇങ്ങനെ ഔട്ടായി പോകുന്നുണ്ട്, കുറേ പേർക്ക് കിട്ടുന്നുണ്ട്. അത്രയും പേരുടെ മുന്നിൽ വെച്ചിട്ട് കിട്ടിയിട്ടില്ലെങ്കിൽ ഭയങ്കര ടെൻഷനാവുന്നു. പക്ഷേ എനിക്ക് ഫസ്റ്റ് ടൈമിൽ തന്നെ എനിക്ക് കിട്ടുകയും ചെയ്തു. ആ കിട്ടിയപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര സന്തോഷമായി. പക്ഷേ കോമഡി എന്താ വെച്ചാൽ ലൈസൻസ് കിട്ടിയിട്ട് ലൈസൻസ് എപ്പോഴും വീട്ടിൽ തന്നെ ഇരിക്കുകയാണ്. അത് വെച്ച് ഞാനൊരു വണ്ടി ഓടിക്കാൻ തുടങ്ങിയിട്ടില്ല. കാരണം എനിക്ക് റോഡിൽ ഓടിക്കാൻ എനിക്ക് ഭയങ്കര പേടിയാണ്. റോഡ് ഫിയർ അത് പോക്കണം. അതും കൂടെ പോയി കഴിഞ്ഞാൽ കുഴപ്പമില്ല. എനിക്ക് ഓടിക്കാൻ അറിയാം, പക്ഷേ എനിക്ക് റോഡിലേക്ക് ഇറങ്ങാനുള്ള ഒരു ടെൻഷനാണ്. പക്ഷെ എന്നാലും കുഴപ്പമില്ല, ഞാനൊരു ലൈസൻസ് കിട്ടും എന്ന് ഒരിക്കലും വിചാരിച്ചിട്ടില്ല. അത് കിട്ടി, അത് തന്നെ വലിയൊരു കാര്യമാണ്. നെക്സ്റ്റ് ഉണ്ടായിട്ടുള്ള എൻ്റെ ഒരു ഏറ്റവും വലിയൊരു ആഗ്രഹമാണ് എനിക്ക് ഐഫോൺ വാങ്ങിക്കാനുള്ളത്. ഐഫോണ് ഞാൻ വാങ്ങിച്ചത് എന്താ പറയുക, റെഡി ക്യാഷ് കൊടുത്തിട്ടൊന്നുമല്ല, EMI ആണ്. ഇപ്പോഴും EMI അടച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. പക്ഷെ അതെൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു എനിക്ക് ഐഫോൺ. ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല ഞാൻ ഐഫോണൊക്കെ വാങ്ങിക്കുന്നുള്ളത്. പല ആൾക്കാരെ കയ്യിൽ കാണുമ്പോഴും ഇങ്ങനെ ഞാൻ നോക്കി നിൽക്കും. ഒരു ഫോട്ടോ എടുത്തരോ എന്ന് വെച്ചിട്ട് നിൽക്കുമ്പോൾ ചിലർക്ക് ഭയങ്കര ജാടായിരിക്കും. ഞാൻ കണ്ടിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ പേഴ്സണലി കണ്ടതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഞാനിങ്ങനെ വിചാരിക്കും എനിക്ക് എപ്പോഴാണ് ഞാൻ ഐഫോൺ വാങ്ങിക്കുക എന്നുള്ളത്. പക്ഷേ ഈ ഒരു വർഷം ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല ഞാൻ ഫോൺ വാങ്ങിക്കുന്നുള്ളത്. പക്ഷെ ഞാൻ വാങ്ങിച്ച്. ഇപ്പോൾ EMI അടക്കുമ്പോൾ സങ്കടം ഉണ്ടെങ്കിലും കുഴപ്പമില്ല. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ഞാൻ വിചാരിച്ചൊരു കാര്യം എന്താ വെച്ചാൽ ട്രിപ്പ് പോകണം എന്നുള്ളതാണ്. ട്രിപ്പ് ഞാൻ എല്ലാ വർഷവും 1 or 2 മാക്സിമം ഒരു ട്രിപ്പെങ്കിലും ഞാൻ പോകാറുണ്ട് എവിടെയെങ്കിലൊക്കെ ആയിട്ട്. അപ്പോൾ ഈ വർഷം 2024 സ്റ്റാർട്ട് ചെയ്ത ടൈമിലും എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു എവിടെയെങ്കിലും പോകണം എന്നുള്ളത്. പക്ഷേ ഈ വർഷം നടന്നത് എൻ്റെ ലൈഫിൽ ഏറ്റവും ബെസ്റ്റ് അങ്ങനെ തന്നെ വേണ്ടി പറയാം. കാരണം എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു പ്ലേസാണ് കാശി. ഞാൻ പോയിട്ടൊന്നുമില്ല, പക്ഷെ നമ്മൾ വീഡിയോസും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് എനിക്ക് പോകണമെന്ന് ഞാൻ കൂടുതലായിട്ട് ആഗ്രഹിച്ചിട്ടുള്ളൊരു സ്ഥലമാണ് കാശി. ഏപ്രിൽ മെയ് ആ ഒരു ടൈമിലാണ് നമ്മൾ പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ നടന്നത്. ടിക്കറ്റ് ബുക്ക് ചെയ്തത് അതൊക്കെ എൻ്റെ നമ്മുടെ കസിൻസ് എല്ലാവരും കൂടെ ആയിരുന്നു പോകുന്നത്. നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും കൂടെ ആണ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല എനിക്ക് പോകാൻ പറ്റുമെന്ന്. കാരണം ലീവ് കിട്ടുമെന്ന് തന്നെ ഉറപ്പില്ലായിരുന്നു. അതന്നെ ഒരുപാട് കയ്യും കാലൊക്കെ പിടിച്ചിട്ടാണ് ലീവ് വാങ്ങിയത്. 10 ദിവസത്തെ ലീവ് കിട്ടും. അപ്പോൾ ഈ ട്രിപ്പ് പോകുന്ന ടൈമിൽ എനിക്ക് ടെൻഷൻ ഉണ്ടായിരുന്നു നടക്കുമോ എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഞാൻ ഈ ട്രിപ്പ് പോകുന്ന കാര്യം ആരോടും പറഞ്ഞിട്ടില്ല. എൻ്റെ ഏറ്റവും ക്ലോസ് ആയിട്ടുള്ള 1 or 2 ഫ്രണ്ട്സ്, എൻ്റെ കുറച്ച് ഫാമിലി, അത്ര പേർക്കേ അറിയുള്ളൂ. ഫാമിലി നടന്നോ 2 ആൾക്കാർ, അത്രയേ ഉള്ളൂ. അല്ലാണ്ട് വേറെ കുറേ പേരൊന്നുമില്ല. അപ്പോൾ മാക്സിമം നമ്മൾ എന്ത് കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിലും ആരോടും പറയാതിരിക്കുക. കാരണം പലർക്കും പല അഭിപ്രായങ്ങളായിരിക്കും, എല്ലാവർക്കും ഒരേ രീതിയിലുള്ള ഒപ്പീനിയൻസ് ആയിരിക്കും. അപ്പോൾ മാക്സിമം ആരോടൊന്നും പറയാതിരിക്കാൻ, നടന്നതിന് ശേഷം പറയാം. അപ്പോൾ ഞാൻ ഈ 10 days ട്രിപ്പ് പോകുമ്പോഴും ഇതുപോലെ തന്നെ ഞാൻ ആരോടും പറഞ്ഞിട്ടൊന്നുമില്ല. അങ്ങനെ ട്രിപ്പ് പോയി ഫോട്ടോസൊക്കെ കുറച്ച് ദിവസം കഴിഞ്ഞ് ഇടാൻ തുടങ്ങിയപ്പോഴാണ് എല്ലാവരും പറഞ്ഞത് കാശി പോയിട്ടുണ്ട്. അപ്പോൾ പോയി വന്നപ്പോൾ എന്നോട് ചോദിച്ചിട്ടുണ്ട് എങ്ങനെയുണ്ട്, പ്ലേസ് എങ്ങനെയുണ്ട് എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതെൻ്റെ ലൈഫിൽ ഏറ്റവും വൺ ഓഫ് ദി ബെസ്റ്റ് ട്രിപ്പായിരുന്നു കാശിക്ക് പോയത്. എനിക്ക് എന്താ പറയുക, നോക്കുകയാണെങ്കിൽ ഈ 2024 വലിയ തരക്കേടില്ലാത്തൊരു ഇയർ ആയിരുന്നു. എങ്ങനെ നല്ല പോസിറ്റീവ് കാര്യം വെച്ച് മാത്രം നോക്കുകയാണെങ്കിൽ. അങ്ങനെയാണെങ്കിൽ നെഗറ്റീവ് കാര്യം ഞാൻ പറയാം. അപ്പോൾ ആദ്യം പോസിറ്റീവ് ഒക്കെ പറയാം. ഓക്കെ, അങ്ങനെ. അപ്പോൾ നെക്സ്റ്റ് നടന്നത് ട്രിപ്പ് പോയത്. പിന്നെ എനിക്കൊരു ആഗ്രഹം ഉണ്ടാവണം യൂട്യൂബ് ചാനൽ തുടങ്ങണം എന്നുള്ളത്. യൂട്യൂബ് ചാനലിനെ കുറിച്ച് പറയാനാണെങ്കിൽ ഞാൻ കുറേ നാളായിട്ട് വെച്ചാൽ നഴ്സിംഗ് തുടങ്ങുന്നതിന് മുന്നേ നമ്മൾ ഫാമിലിയൊക്കെ ആയിട്ട് ട്രിപ്പ് പോകില്ലേ, അപ്പോഴും നമ്മൾ മുന്നേ ട്രിപ്പ് പോകുന്ന സമയത്ത് ഈ കുഞ്ഞി നോക്കിയ ഫോണിൽ ഒറ്റ ക്യാമറ ഉള്ള, സിംഗിൾ ക്യാമറ ഉള്ള, അത് വെച്ച് നടക്കുമ്പോഴേ ഞാനിങ്ങനെ നമ്മൾ കസിൻസൊക്കെ പോകുമ്പോൾ ഞാനിങ്ങനെ വെറുതെ സംസാരിക്കും, ഓരോ സ്ഥലം കാണിച്ചിട്ട്. ആദ്യം എനിക്ക് തോന്നുന്നത് ഏഷ്യാനെറ്റിലാണെന്ന് തോന്നുന്നുണ്ട്, അങ്ങനത്തെ എന്തോ ഒരു പരിപാടി ഉണ്ട്. അപ്പോൾ അതിൽ അവർ ആങ്കർ എങ്ങനെയാണോ ചെയ്യുന്നത് അതുപോലെ ഞാനിങ്ങനെ നാടകം കളിക്കുന്നു. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം നഴ്സിംഗൊക്കെ ചേർന്നതിന് ശേഷമാണ് എനിക്ക് തോന്നുന്നു യൂട്യൂബിൻ്റെ അകത്ത് ഇങ്ങനെ വ്ളോഗിൻ്റെ അതൊക്കെ കുറച്ചും കൂടെ ഒരു പോപ്പുലർ ആയതെന്ന് തോന്നുന്നുണ്ട്. ഞാൻ കുറച്ചും കൂടെ അങ്ങനത്തെ നഴ്സിംഗ് ചെയ്യുന്നതിന് ശേഷമാണ് ഞാൻ കുറച്ചും കൂടെ ഇങ്ങനത്തെ വീഡിയോസും കാര്യങ്ങളും എടുക്കാൻ തുടങ്ങുന്നത്. നമ്മൾ ക്ലാസ് കട്ട് ചെയ്ത് പോവുക, പിന്നെ നൈറ്റ് ഡ്യൂട്ടിക്ക് പോകുക. അപ്പോഴൊക്കെ ഞാൻ വെറുതെ നമ്മൾ ട്രിപ്പ് പോകുക. അപ്പോഴൊക്കെ ഞാൻ വെറുതെ ഇങ്ങനെ ഹായ് ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ വെറുതെ ഇങ്ങനെ വീഡിയോ എടുക്കുന്നു. അപ്പോൾ ഇങ്ങനെ എല്ലാവരും പറയും യൂട്യൂബ് ചാനൽ തുടങ്ങിക്കോന്ന്. പക്ഷേ ആൾക്കാരെന്ത് വിചാരിക്കും, ഞാൻ തുടങ്ങണോ എന്നൊക്കെ ഉള്ള മടി കാരണമാണ് സത്യമായിട്ട് ഞാൻ തുടങ്ങാതെ വന്നത്. പക്ഷേ ഈ വർഷം തുടങ്ങിയപ്പോൾ
എനിക്കറിയുന്ന കുറച്ച് പേര് എന്നെ യൂട്യൂബ് ചാനൽ ഞാൻ കാണാൻ തുടങ്ങി. അപ്പോൾ അതാണ് സത്യത്തിൽ എനിക്കൊരു ഫസ്റ്റ് ഉണ്ടായൊരു മോട്ടിവേഷൻ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഞാൻ വിചാരിച്ചു അവരൊക്കെ തുടങ്ങുന്നുണ്ട്, അപ്പോൾ എനിക്കും തുടങ്ങാമെന്നുള്ള രീതിയിലാണ് ഞാൻ സത്യത്തിൽ തുടങ്ങിയത്. അതും തുടങ്ങുമ്പോഴും ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല. തുടങ്ങിയതിന് ശേഷമാണ് ഞാൻ എല്ലാവർക്കും ഇതാണ് എൻ്റെ യൂട്യൂബ് ചാനൽ ലിങ്കാണ്, സബ്സ്ക്രൈബ് ചെയ്യട്ടെ എല്ലാവർക്കും മെസ്സേജ് അയച്ചിരുന്നു. അപ്പോൾ തുടങ്ങുന്നതിന് മുന്നേ തന്നെ എനിക്ക് നല്ല മടി ഉണ്ടായിരുന്നു. തുടങ്ങിക്കഴിഞ്ഞാൽ എല്ലാവരും എന്ത് വിചാരിക്കും അങ്ങനെയൊക്കെ. ഇപ്പോഴും എന്നെ കാണുമ്പോൾ കളിയാക്കിയും കൊണ്ട് യൂട്യൂബ് ചാനലൊക്കെ ഉണ്ടല്ലേ, വീഡിയോസൊക്കെ കാണുന്നുണ്ട്, എന്നെ കളിയാക്കിയിട്ട് പറയുന്നവരും ഉണ്ട്, അല്ലാതെ നോർമലായിട്ട് നല്ല രസമുണ്ട് നിൻ്റെ വീഡിയോ നല്ലതാണെന്ന് പറയുന്ന കുറച്ച് പേരും ഉണ്ട്. എന്തായാലും താങ്ക്സ്, വീഡിയോ കാണുന്നതിൽ സന്തോഷം. അപ്പം നെക്സ്റ്റ് എൻ്റെ ലൈഫിലുള്ളൊരു കാര്യമാണ് യൂട്യൂബ് ചാനലിലേക്ക്. ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ട് യൂട്യൂബ് ചാനൽ തുടങ്ങാൻ പറ്റുമെന്ന്. എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു തുടങ്ങണമെന്ന്, അങ്ങനെ അതും നടന്നു. അപ്പോൾ നോക്കുകയാണെങ്കിൽ ഈ നല്ല നല്ല കാര്യങ്ങളൊക്കെ, കുറച്ച് നല്ല നല്ല കാര്യങ്ങളൊക്കെ ഈ വർഷം നടന്നിട്ടുണ്ട്. പിന്നെ മെയിനായിട്ട് എൻ്റെ ജോലി, ഞാൻ ഓൾറെഡി ഒരു സ്ഥലത്ത് റിസൈൻ വെച്ചിട്ട് വീണ്ടും ജോലിക്ക് അപ്ലൈ ചെയ്തിട്ട് എനിക്ക് വീണ്ടും ജോലി കിട്ടി. ഇന്നത്തെ കാലത്ത് ജോബ് കിട്ടാന്ന് പറയുന്നത് അത്ര വലിയ എന്താ പറയുക, ഒരു വലിയ കാര്യമാണ്, അത്ര ചെറിയ കാര്യമല്ല. കുറേ പേര് ജോബില്ലാത്തതുകൊണ്ട് സ്ട്രെസ്സ് വീട്ടുകാരുടെ ഒക്കെ ഉള്ളവരുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചില്ല എനിക്ക് പെട്ടെന്ന് കിട്ടും, പക്ഷെ ഞാൻ അപ്ലൈ ചെയ്ത് അപ്പം തന്നെ എനിക്ക് നഴ്സിംഗിന് കിട്ടി. അപ്പോൾ അതും ഒരു വലിയ കാര്യം തന്നെയാണ്. പിന്നെന്താണ് വർഷം നടന്നത്? അപ്പോൾ എനിക്ക് പോകാനുള്ള ടൈം ആയതുകൊണ്ട് ഞാൻ ബാക്കി മേക്കപ്പൊക്കെ ചെയ്തിട്ടാണ് ഇപ്പോൾ ഈ വീഡിയോ കണ്ടിന്യൂ ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഈ വർഷം എൻ്റെ ലൈഫിൽ നടന്നിട്ടുള്ളത്. അപ്പോൾ എന്തായാലും കുറേ നല്ല കാര്യങ്ങൾ നടന്നിട്ടുണ്ട്, കുറേ ചീത്ത കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. ഞാൻ അപ്പോൾ നല്ല കാര്യങ്ങൾ മാത്രം പറഞ്ഞത്, കാരണം നല്ല കാര്യങ്ങളാണല്ലോ നമ്മൾ പ്ലാൻ ചെയ്യുക. ഒരു വർഷം സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് എനിക്ക് ലൈഫിൽ ഇന്ന എന്താ കാര്യങ്ങൾ നടക്കണം എന്ന് നമ്മൾ പ്ലാൻ ചെയ്ത് നല്ല കാര്യങ്ങളാണ്. ചീത്ത കാര്യങ്ങൾ നമ്മൾ ഓൾറെഡി നമ്മുടെ ലൈഫിൽ ഇങ്ങനെ വരികയാണ്, അതിപ്പോൾ നമ്മൾ പ്ലാൻ ചെയ്യാതെ തന്നെ വരും. അപ്പോൾ അതിനെക്കുറിച്ച് എനിക്ക് പറയാൻ തോന്നില്ല. പക്ഷെ എന്നാലും പറയാണ്ടെങ്കിൽ ഞാൻ ഈ വർഷമാണ് ഹോസ്പിറ്റലിൽ, എത്ര വർഷത്തിന് ശേഷം ഈ വർഷമാണ് ഞാനൊന്ന് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുന്നത്. കുറച്ച് ദിവസം അഡ്മിറ്റ് ആയി അവിടെ കിടന്ന്. പിന്നെ എനിക്ക് ഗ്യാസ്ട്രൈറ്റിസിൻ്റെ കുഴപ്പമായിട്ട് എൻഡോസ്കോപ്പി മറ്റേ സ്കോപ്പി എന്നിട്ട് കുറേ ഞാൻ അതിന് പിന്നാലെ നടന്നിട്ടുണ്ട്. ഫുൾ വോമിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് സീനായിട്ട്. അങ്ങനെ നോക്കുകയാണെങ്കിൽ കുറേ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. പക്ഷേ കുഴപ്പമില്ല, ഞാൻ വിചാരിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ മാക്സിമം എനിക്ക് അത് നടത്താൻ പറ്റിയിട്ടുണ്ട്. ഈ 2025 എന്താ പറയുക, കുറേ പേർക്ക് കുറേ ആഗ്രഹങ്ങളുണ്ടാവും. നിങ്ങൾക്ക് ഇതുപോലെ എന്തെങ്കിലും ആഗ്രഹങ്ങളുണ്ടെങ്കിൽ ഫസ്റ്റ് ആരോടൊന്നും പറയാതെ നിൽക്കുക. കാരണം ആരോടെങ്കിലും നിങ്ങളിപ്പോൾ പറഞ്ഞതിന് ശേഷം എനിക്ക് ഈവിളായി നമ്മൾ ഈ എന്താ പറയുക കണ്ണേർ എന്നൊക്കെ പറയും, എനിക്ക് ഭയങ്കര വിശ്വാസമുള്ളൊരു കാര്യമാണിത്. അപ്പം എന്താണ്, ഒരു മിനിറ്റ്, ഓക്കെ. അപ്പം എന്താണ്, ഈ ഈവിളായിന്ന കാര്യങ്ങളൊക്കെ വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പം അതുകൊണ്ടാണ് ഞാൻ മെയിനായിട്ട് ആരോടൊന്നും പറയാതെ നിന്നത്. അപ്പം നിങ്ങൾക്കും അങ്ങനത്തെ എന്താ പറയുക അന്ധവിശ്വാസങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്കും വിശ്വസിക്കാം. അതുള്ളതാണെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ എന്ത് നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിലും ഫസ്റ്റ് ആരോടും പറയാതെ നിൽക്കാം. ഓക്കെ. പിന്നെന്താണ്, ഈ വർഷം ഭയങ്കര 3G ആയി പോയങ്ങളുണ്ടെങ്കിൽ അവരോടും പറയാനുള്ളത് കുഴപ്പമില്ല, എല്ലാവരുടെ ലൈഫും പെർഫെക്റ്റ് അല്ല. ഓക്കെ, പെർഫെക്റ്റ് അല്ല വെച്ചാൽ എനിക്ക് എൻ്റെ ഈ ഒരു വർഷമാണ് കുറച്ചും കൂടെ കുഴപ്പമില്ലാത്ത രീതിയിൽ ഉണ്ടായത്. അതിന് മുന്നത്തെ വർഷങ്ങളൊക്കെ ഞാനും 3G ആയി പോയ വർഷങ്ങളുണ്ട്. ഭയങ്കര ഷോക്ക് എന്ന് വെച്ചാൽ ഭയങ്കര ഷോക്കായിട്ടുള്ള വർഷങ്ങളുണ്ട്. അതെൻ്റെ എന്നെ ഏറ്റവും കൂടുതൽ അടുത്തറിയുന്നവർക്ക് മാത്രമേ അറിയുള്ളൂ എൻ്റെ ലൈഫിൽ ഉണ്ടായ ഓരോ കാര്യങ്ങളും. പക്ഷെ കുഴപ്പമില്ല, നമ്മൾ എന്താ പറയുക, നമ്മൾ ലൈഫിൽ എടുക്കുന്ന തീരുമാനങ്ങൾ ഒരിക്കലും മോശമായി പോകണം, അല്ലെങ്കിൽ ഞാൻ എടുക്കുന്ന തീരുമാനം മോശമാണ് അതുകൊണ്ട് ഞാൻ എടുക്കുന്നു അങ്ങനെ വിചാരിച്ചിട്ട് ആരൊന്നും ചെയ്യുന്നില്ല. നമ്മൾ ചെയ്യുന്നു, എന്തെങ്കിലും പ്രശ്നം വരുന്നു, നമ്മളത് തിരുത്തുന്നു, നമ്മൾ അടിപൊളിയായിട്ട് ലൈഫ് മുന്നോട്ട് പോകുന്നു, അങ്ങനെയുള്ളൂ. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ആഗ്രഹങ്ങളും കാര്യങ്ങളും ഉണ്ടെങ്കിൽ അതിനെ പിന്നാലെ പോവാം. മറ്റുള്ളവരെന്ത് ചിന്തിക്കും, അവരെന്ത് പറയുന്നു ആലോചിച്ച് പോവാതെ നിങ്ങൾ നിങ്ങളുടെ പാഷനായിട്ട് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് നോക്കാം. എനിക്കറിയില്ല ഞാൻ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുമെന്ന് പോലും, കാരണം എനിക്ക് തന്നെ ഞാൻ പറയുന്നതായിട്ട് കുറച്ച് ഓവറായ പോലെ തോന്നുന്നുണ്ട്. അപ്പം പോസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 1.5x ഞാൻ ഇട്ടൊരു കാണേണ്ടി വരും എന്നാണ് എനിക്ക് തോന്നുന്നത്. വേറെ ഒന്നുമില്ല, കുറച്ച് ലാഗാണെന്ന് തോന്നുന്നുണ്ട് ഈ വീഡിയോ. പ്രത്യേകിച്ച് സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നതുകൊണ്ട് തന്നെ കൂടുതൽ പേർക്ക് കാണാൻ ഇഷ്ടമുണ്ടാവുമെന്ന് പോലും പറയാൻ പറ്റില്ല. അപ്പം എൻ്റെ വീഡിയോ എന്നോട് വൈൻഡപ്പ് ചെയ്യണം. എന്താ പറയുക, ചിലപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ കാര്യങ്ങളും എല്ലാവർക്കും അക്സെപ്റ്റ് ചെയ്യണമെന്നുണ്ടാവില്ല. കാരണം ഞാൻ എൻ്റെ രീതിയിലുള്ള ശരികളാണ് പറഞ്ഞിട്ടുള്ളത്. എല്ലാവർക്കും അവരുടേതായിട്ടുള്ള കുറേ ശരിയായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അത് നോർമലാണ്, അത് അങ്ങനെയുള്ളത്. എന്തായാലും വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഇനിയും 2-3 വീഡിയോസും കൂടെ ഞാൻ എഡിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതും അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ കാണണം. അപ്പം ഓക്കെ, ഇന്ന് ഇത്രയേ ഉള്ളൂ കേട്ടോ. ഓക്കെ, ബൈ, ടാറ്റ.